ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബുക്കിംഗ് ലച്ച് ഏക്കേഴ്സ് ഫാം സ്റ്റേയിലാണ്. രാവിലെ സമയം ലേറ്റായിപ്പോയി, 5 മിനിറ്റേ ഉള്ളൂ. അതിനു മുമ്പ് അവിടെ എത്തണം. അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി ജീപ്പേ കയറി വീട്ടുകാർക്കെല്ലാം ഒരു ടാറ്റയൊക്കെ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ലച്ച് ഏക്കേഴ്സ് ഫാം സ്റ്റേ തേക്കടിയിലേക്കാണ്. ഇന്നത്തെ നമ്മുടെ ബുക്കിംഗ് ഫോറിനേഴ്സാണ്. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തണം. ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നാമയിൽ ടൗണിൽ നിന്ന് വലത്ത് തിരിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് കുമളിക്കും വണ്ടിപ്പെരിയാറിനും ഇടയിലായി 62-ാം മൈലിലാണ് ഇവിടെ ലച്ച് ഏക്കേഴ്സ് ഫാം സ്റ്റേ തേക്കടിയുള്ളത്. അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് കോടമഞ്ഞും കുറച്ച് തണുപ്പൊക്കെ കൊണ്ട് രാവിലെ നേരെ ലച്ച് ഏക്കേഴ്സിലേക്ക് കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഇനി ഒരു 3-4 മിനിറ്റും കൂടെ ഉള്ളൂ. കാരണം ഗസ്റ്റ് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ബുക്കിംഗ് തരികയില്ല. ഗസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവിടെ പോയി നിൽക്കണം. അതുകൊണ്ട് വിട്ടങ്ങ് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ ലച്ച് ഏക്കേഴ്സ് ഫാം സ്റ്റേയുടെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലച്ച് ഏക്കേഴ്സിൻ്റെ ഫാം സ്റ്റേയിലായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ മരക്കൂട്ടത്തിൻ്റെ ഇടയിൽ കാണുന്ന ആ വൈറ്റ് കളർ ബിൽഡിംഗ് ആണ് നമ്മുടെ ലച്ച് ഏക്കേഴ്സിൻ്റെ ഫാം സ്റ്റേ. അതിമനോഹരമായ വ്യൂവും നല്ലൊരു ഫാം സ്റ്റേ ആണ്. നല്ല ഹോംലി ഫുഡും അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഫാം സ്റ്റേ ആണ്. നല്ല ബുക്ക് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു കംഫർട്ടബിളായ സ്റ്റേ ആണ്. കാരണം യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. മനോഹരമായ വ്യൂവും ഓപ്പോസിറ്റിൽ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് കുറേ പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാം സ്റ്റേ ആണ് ലച്ച് ഏക്കേഴ്സ് തേക്കടി. അങ്ങനെ നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി.
നമ്മുടെ സായിപ്പ് ഏതായാലും വന്നിട്ടില്ല എന്നും പറഞ്ഞ് വണ്ടി തിരിച്ചതേ ഉള്ളൂ. ഇതാ വരുന്നു നമ്മുടെ വെളുത്ത സായിപ്പും മദാമയും. ആളുടെ പുഞ്ചിരിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൻ്റെ അകത്ത് തന്നെ ഒരു തോന്നലുണ്ടായി, ആളിന്ന് രാവിലെ നേരെ ചെന്ന് ടൈഗറെയൊക്കെ കണ്ട് ആസ്വദിച്ച് വരാമെന്ന്. പക്ഷേ അവിടെ ചെന്നാൽ എന്ത് കാണുമെന്ന് നമുക്കെല്ലാം അറിയത്തുള്ളൂ. ഏതായാലും അദ്ദേഹത്തിന് നല്ലൊരു ഭാഗ്യമുണ്ട്, ലക്കുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ ഒരു മാനെ കാണാൻ പറ്റി. ആ മാനെ ഞാൻ വണ്ടി നിർത്തി ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ പേര് സാമ്പാർ ഡിയർ എന്ന് പറയും. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെ ഈ മാനിനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ സായിപ്പും മദാമയും മാനെ ബൈനോക്കുലർ വെച്ച് സൂം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. ഞാനും ആ കാഴ്ചകളൊക്കെ ഇടയ്ക്ക് അവർക്കറിയാതെ ഞാനൊക്കെ ഫോണിലിങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ അടുത്ത സ്ഥലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ പതുക്കെ ജീപ്പിലോട്ടൊക്കെ കയറുകയാണ്. ഇനി നമ്മൾ അടുത്ത് നേരെ പോകുന്നത് മുല്ലപ്പെരിയാർ റിവറിലേക്കാണ്. അവിടെ പോയി റിവറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് അടുത്ത് നമ്മൾ വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. അങ്ങനെ പതുക്കെ നമ്മൾ മുല്ലപ്പെരിയാർ റിവറിലോട്ട് ഇറങ്ങിയാണ്. ഈ റിവർ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ വണ്ടിപ്പെരിയാർ നിന്ന് വള്ളക്കടവ് പോകുന്ന വഴിക്ക് 1-2 വ്യൂ പോയിന്റ്സ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ റിവർ കാണാൻ പറ്റും. നല്ല അതിമനോഹരമായ ഒരു റിവറും, റിവറിൻ്റെ ഓപ്പോസിറ്റ് പെരിയാർ നാഷണൽ പാർക്കാണ്. നമുക്ക് റിവറിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് പക്ഷികളും പിന്നെ എന്തെങ്കിലും മാനോ കാട്ടുപോത്തോ അങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് വന്നാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ നമ്മുടെ സായിപ്പും മദാമയും അപ്പം അതൊക്കെ റിവറിലോട്ട് ഞാൻ കൊണ്ടുപോയി അവിടെ നിർത്തി കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെറിയ സ്മൈലൊക്കെ കാണിച്ച് ഇങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലമായ സത്രം വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ മലനിരകളുടെ വ്യൂ ഒക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആനയോ കാട്ടുപോത്തോ ഉണ്ടോ എന്ന് അദ്ദേഹം ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പതുക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ താമസിക്കുന്ന ലക്ഷേക്കർ തേക്കടിയുടെ റിസോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, റിവ്യൂ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം അതിനെന്നാ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്രയൊക്കെ രാജ്യങ്ങൾ കണ്ടെന്ന്. അതിനെക്കുറിച്ച് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. Yeah. Very lucky person. Yeah, very lucky, very lucky. Yeah. How many is your boyfriend and girlfriend? You are married? Married. Oh, nice. How many years? 15 years together. 15 years. Two, Married. 2.5 years married. Oh, Yeah. nice. You are both of us travel a lot of countries. Yes. Yeah. Yeah, Very lucky. very lucky. How do you feel in Kerala? Yeah, I really like Kerala. It's so beautiful. Beautiful. Yeah. And I'm asking one question. And how do you feel in your stay in Lech Acres? Yeah. It's very nice. Yeah. Very nice. Yeah, very nice Beautiful room, views, yeah. beautiful views. Yeah, lovely. Good one. You are to recommend that Lake Shaker Resort? Yes, yeah. That's good. Oh, nice. അങ്ങനെ അവരെയും കൊണ്ട് ഒരു ചെറിയ ട്രക്കിംഗ് പോകാമെന്നോ അവരോട് ചോദിച്ചു ട്രക്കിംഗ് പോകാൻ താല്പര്യമുണ്ടെന്ന്. അവർ പറഞ്ഞു, ഓ വൈ നോട്ട്, തീർച്ചയായിട്ടും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് ചെറിയ ട്രക്കിംഗ് ഞാൻ പുൽമേടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അവർ ഈ കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ പുറകിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഏതായാലും ഭാഗ്യമുള്ള സായപ്പ രാവിലെ ചെന്നപ്പോൾ തന്നെ കുറച്ച് വേഴാമ്പലും 2-3 സ്കൂരലും പിന്നെ ഒരു കഴുകനെയും കാണാൻ പറ്റി. അതൊക്കെ കണ്ട് ആസ്വദിച്ച് രണ്ടുപേരും ബൈനോക്കുലറിലൂടെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് നേരെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഇതുപോലെ തന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ആള് ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോഫിയൊക്കെ അദ്ദേഹം ഓഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പതുക്കെ കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ പോയി ഞങ്ങൾ കോഫിയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ ഞാനും ചോദിച്ചു. അദ്ദേഹം അതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞു. അങ്ങനെ ഹാപ്പിയായി സംസാരിച്ച്
അടുത്ത് ഞങ്ങൾ നേരെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി റൂമിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഏതായാലും ഇന്നത്തെ ഒരു ട്രിപ്പ് നല്ലൊരു ട്രിപ്പായിരുന്നു. ഐ എം സോ ഹാപ്പി. I was worried having it without sugar, but it's really nice without the sugar. അങ്ങനെ എൻ്റെ ഇന്നത്തെ ട്രിപ്പ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. ഏതായാലും അവരെനിക്ക് ടാറ്റയും ബായൊക്കെ പറഞ്ഞ് പോവുകയാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ